ഡിയർ കീം ആസ്പിരൻസ്, നിങ്ങൾ പത്രങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു വാർത്ത കാണും, നീറ്റ് എക്സാം റിസൾട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്, മദ്രാസ് ഹൈക്കോടതി കൂടി ഈ നീറ്റ് റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പം കീമിൻ്റെ ആസ്പിരൻസിനോട് എന്തിനാണ് നീറ്റിൻ്റെ വാർത്തയെപ്പറ്റി പറയുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. തൊട്ട് മുമ്പത്തെ വർഷത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഈ മെഡിസിനും എഞ്ചിനീയറിംഗും 2 റാങ്ക് ലിസ്റ്റിലുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ മെഡിസിൻ്റെ അഡ്മിഷൻ വൈകിയപ്പോൾ ആ സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലുള്ളവർ ഈ പറഞ്ഞ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് 1, 2, 3 ഫൈനൽ അലോട്ട്മെൻറ്റുകളിൽ വരെ അവർ തുടർന്ന് അങ്ങ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്തപ്പോൾ അവർ ഒഴിഞ്ഞു പോകാഞ്ഞപ്പോൾ ഒരുപാട് അർഹതയുള്ള എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് ടോപ്പ് കോളേജസും സീറ്റ്സും പലതും മിസ്സായി. അവർ നിവൃത്തിയില്ലാതെ താഴെ റാങ്കിലുള്ള പല മറ്റ് കോളേജുകളിലൊക്കെ പോയി ചേർന്നപ്പോൾ അവർക്ക് പിന്നീട് ഒരു തിരിച്ചു വരവ് സാധ്യമായില്ല. സ്പോട്ട് അഡ്മിഷനൊക്കെ വരുമ്പോൾ ആ ചെന്ന് ചേർന്ന കോളേജുകളിൽ നിന്ന് NOC കിട്ടാതെ അവർക്ക് സ്പോട്ട് അഡ്മിഷനിലേക്ക് വന്ന് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും നമ്മുടെ അധികാരികൾ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ ഓഫീസിലൊക്കെയുള്ള അധികാരികൾ ഇതിനകത്ത് ഒരു കരുതൽ നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് കൊടുക്കും, ആസ്പിരൻസിന് കൊടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മെഡിസിൻ്റെ അലോട്ട്മെൻറ്റിനൊപ്പം തന്നെ ഈ കീമിൻ്റെ പ്രോസസ്സും കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പ്രശ്നം വരികയില്ല. കാരണം അവിടെ അലോട്ട്മെൻറ്റ് വന്ന് സ്റ്റുഡൻസ് ഇവിടുന്ന് കൊഴിഞ്ഞു പോകുന്നതനുസരിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രോപ്പറായിട്ട് ഫില്ലായി വരും. അല്ലാത്ത പക്ഷം ഗവൺമെൻറ് കോളേജിൽ പലയിടത്തും വേക്കൻസി കിടക്കുകയും ചെയ്യും, എന്നാൽ നമ്മുടെ സ്റ്റുഡൻസിന് സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എല്ലാ അധികാരികളും ഉണർന്ന് പ്രവർത്തിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്